ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് കുറച്ച് മോദ കിട്ടിയിട്ടുണ്ട്. അത് മുളകിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും മീൻകറിയൊക്കെ വെക്കാനറിയാം. ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണ് വെക്കുന്നത്. ഞാൻ ഇന്നൊരു പുതിയ ടേസ്റ്റിലാണ് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി മോദയുടെ കഷ്ണമെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക്, ഇച്ചിരി ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി നല്ലെണ്ണ, ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി 3-4 കൊത്തിപ്പൊടിച്ചിട്ടിട്ടുണ്ട്. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേകമായിട്ട് ഇച്ചിരി മാങ്ങയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചിടുകയാണ്. ഒരുപാട് ഇടുന്നില്ല, നമുക്കൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇത് വറുത്തെടുക്കുകയല്ല, കൂട്ടം വെച്ചെടുക്കുകയല്ലാത്ത ഒരു തരത്തിൽ റോസ്റ്റ് പോലെ എടുക്കുവാണ് ഞാൻ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മളിത് ചെറിയ തീയിലാണ് എടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടിത് വേവണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അടച്ചു വെക്കാം. ഒന്ന് തിളച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. എന്താ ഒരു ഭംഗി. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇനി ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പതുക്കെ ഇളക്കാം. മാങ്ങയൊന്നും അധികം വെന്തുടയത്തില്ല. ഈ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചില്ല. ഇപ്പം തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഓരോ കഷ്ണവും നമ്മൾ തിരിച്ചിടണം. അകവും പുറവും ഇതുപോലെ വേവട്ടെ. അപ്പോൾ ഈ ഗ്രേവി നമ്മുടെ കഷ്ണത്തിൽ ഇങ്ങനെ പൊടിഞ്ഞിരിക്കും. അത് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. വേറെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. വാ, എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്താ ഗ്രേവിയോടുകൂടിയുള്ള തിക്ക് ഗ്രേവിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ന്യൂ കമേഴ്സിനൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റി ഡിഷസ്, വെറൈറ്റി റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിൽ കിട്ടുന്നതാണ്. അപ്പം ആദ്യമേ തന്നെ കിട്ടാൻ ഞാൻ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്യുക. അപ്പം നമ്മുടെ എല്ലാ വീഡിയോസും ഉടനെ കിട്ടുന്നതായിരിക്കും. എൻ്റെ ഒരു കളറാണ്. നല്ലൊരു മണം ഇങ്ങനെ മേപ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.